വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഓർഡിനറി ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റായും വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള പോസ്റ്റ്ലേറ്റർ ജനറലായും കല്യാൺ രൂപതംഗമായ റവറന്റ് ഫാദർ ഫ്രാൻസിസ് എലവത്തിങ്കൽ നിയമിതനായി. ഈ ചുമതലകൾ വഹിച്ചിരുന്ന റവറന്റ് ഫാദർ തോമസ് ആദോപ്പിള്ളിൽ കോട്ടയം അതിരൂപതയുടെ ജുഡീഷ്യൽ വികാരിയായും ചാൻസലറായും നിയമിതനായതിൽ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ഫാദർ എലവത്തിങ്കലിനെ നിയമിച്ചിരിക്കുന്നത്. സീറോ മലബാർ മിഷൻ സുവിശേഷവൽക്കരണത്തിനും പ്രവാസികളുടെ അജപാലന ശുശ്രൂഷയ്ക്കുമായുള്ള കമ്മീഷൻ, ദളിത് വികാസ് സൊസൈറ്റി എന്നിവയുടെ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിക്കുകയും സഭാ കാര്യാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ റവറന്റ് ഫാദർ ജോർജ് മടത്തിപ്പറമ്പിൽ തന്റെ സേവനം പൂർത്തിയാക്കിയതിനാൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. സീറോ മലബാർ സഭയുടെ പുതിയ ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത മാർ റാഫേൽ തട്ടിൽ വലിയ പിതാവിനെ സ്വീകരിക്കാൻ റോമാ നഗരം ഒരുങ്ങി. സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയുടെ ചുമതലകൾ ഏറ്റെടുത്തതിനു ശേഷമുള്ള മാർ റാഫേൽ തട്ടിൽ വലിയ പിതാവിന്റെ ആദ്യ റോമാ സന്ദർശനമാണ് അടുത്തയാഴ്ച നടക്കുന്നത്. സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠയുടെ കൂടിയായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്താൻ കേരളത്തിൽ നിന്ന് 4 ആർച്ച് ബിഷപ്പുമാരും കൂറിയ ബിഷപ്പുമാരും വരുന്നുണ്ട്. അടുത്ത തിങ്കളാഴ്ച മെയ് മാസം 13-ാം തീയതിയാണ് ഫ്രാൻസിസ് പാപ്പ മാർ റാഫേൽ തട്ടിൽ പിതാവും മറ്റു പിതാക്കന്മാരും തെരഞ്ഞെടുക്കപ്പെട്ട വൈദികരും സന്യസ്തരും ആത്മായ പ്രതിനിധികളുമായി 200ഓളം പേരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ത്യ സ്മാർട്ട് ഫോർ ലൈഫ് 2024ന്റെ സ്വാഗത സംഘം ഓഫീസ് CBCI പ്രസിഡന്റ് അഭിമന്യമാർ ആൻഡ്രൂ സാർത്ത് പിതാവ് ഉദ്ഘാടനം ചെയ്തു. ജീവൻ അതിന്റെ സമഗ്രതയിൽ സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് അഭിമന്യ പിതാവ് തദ്വസരത്തിൽ ഓർമ്മപ്പെടുത്തി. കാരിസ്മയിൽ സംഘടിപ്പിക്കുന്ന പ്രസ്തുത പ്രോഗ്രാം KCBC പ്രോലൈഫ് സമിതി, കരിസ്മാറ്റിക് മൂവ്മെന്റ്, KCBC ഫാമിലി കമ്മീഷൻ, സീറോ മലബാർ സഭ പ്രോലൈഫ് അപ്പസ്തോലേറ്റ്, ജീസസ് യൂത്ത് എന്നിവയുടെ പിന്തുണയോടെ തൃശൂർ അതിരൂപതയിലെ ജോൺ പോൾ പ്രോലൈഫ് സമിതിയുടെയും കരിസ്മാറ്റിക് മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിലാണ് ഓഗസ്റ്റ് 10-ന് തൃശൂരിൽ വെച്ച് നടക്കുന്നത്. അതിനു മുന്നോടിയായി KCBC പ്രോലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ കേരള മാർച്ച് ഫോർ ലൈഫ് ജൂലൈ മാസത്തിൽ നടക്കും. മുഴുവൻ ജില്ലകളിലും സന്ദർശിക്കുന്ന കേരള പ്രോലൈഫ് സന്ദേശ യാത്രയിലൂടെ ഭ്രൂണഹത്യവിരുദ്ധ സന്ദേശം കേരള സമൂഹത്തിലേക്ക് എത്തിക്കും. നവജീവൻ മാനേജിംഗ് ട്രസ്റ്റി PU തോമസ് ദൈവം കൂടെയുണ്ടെന്ന് തെളിയിച്ച മനുഷ്യനാണെന്ന് ബിഷപ്പ് മാർ ജേക്കബ് പുരിക്കൻ. PU തോമസിന്റെ 75-ാം ജന്മദിനാഘോഷം നവജീവൻ അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവത്തിന്റെ സ്പർശം കൈകാലുകളിൽ മാത്രമല്ല, ഉള്ളിലുമുണ്ടെന്ന പ്രവൃത്തിയിലൂടെ തോമസ് ഏട്ടൻ തെളിയിച്ചെന്നും ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. കപ്പൂസിൻ സഭ പ്രൊഫഷണൽ സുപ്പീരിയർ ഫാദർ ജോർജ് ആന്റണി അധ്യക്ഷത വഹിച്ചു. ജന്മദിനത്തോടനുബന്ധിച്ച് പ്രധാന അതിഥികളായ കോട്ടയം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർ, കുടുംബശ്രീ ജീവനക്കാർ, സുരക്ഷാ ജീവനക്കാർ, മെഡിക്കൽ കോളേജ് പരിസരത്തെ ടാക്സി ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ലോട്ടറി വിൽപ്പനക്കാർ, ഹോട്ടൽ ജീവനക്കാർ എന്നിവരുടെ സ്നേഹോപകാരം PU തോമസിന് നൽകി. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ സർവമത തീർത്ഥാടന കേന്ദ്രമായ എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹോദര തിരുനാളിനോടനുബന്ധിച്ച് എക്യുമെനിക്കൽ സംഗമം നടന്നു. വിവിധ ക്രിസ്തീയ സഭകളെ പ്രതിനിധീകരിച്ച സഭ മേലധ്യക്ഷന്മാരും വൈദികരും ഇടവക പ്രതിനിധികളും പങ്കെടുത്തു. മലങ്കര മാർത്തോമ സഭ അടൂർ ഭദ്രാസന അധ്യക്ഷൻ റവറന്റ് ഫാദർ മാത്യൂസ് മാർ സെറാഫിം സംഗമം ഉദ്ഘാടനം ചെയ്തു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ സന്ദേശം നൽകി. ലോക സമാധാനത്തിനും ശാന്തിക്കും ക്രിസ്തീയ സഭകൾ ഒന്നിച്ചു നിൽക്കണമെന്നും ക്രിസ്തു സാക്ഷ്യം മറ്റു മനുഷ്യരിലേക്ക് പകർന്നു നൽകണമെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. കുട്ടികളെ ആകർഷിക്കും വിധം വിശ്വാസ പരിശീലനം നടപ്പാക്കണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ 2023 മെയ് 2 രാവിലെ 10 മണിക്ക് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ചേർന്ന സീറോ മലബാർ മതബോധന ഡയറക്ടേഴ്സ് മീറ്റിംഗ് കമ്മീഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെയർമാൻ മാർ ജോസ് പുളിക്കൽ പിതാവ് അധ്യക്ഷത വഹിച്ചു. കമ്മീഷൻ സെക്രട്ടറി ഫാദർ തോമസ് മേൽവട്ടത്ത്, വിവിധ രൂപതകളിൽ നിന്നുള്ള 23 ഡയറക്ടർമാർ, ഓഫീസ് സെക്രട്ടറി ശ്രീ ജിൻസി ചാക്കോ എന്നിവർ മീറ്റിംഗിൽ പങ്കെടുത്തു. കൃത്യമായ നിർദ്ദേശങ്ങളിലൂടെയും കരുതലിലൂടെയും കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെയും പാരന്റിംഗ് വഴി ഗുണപരമായി മാറ്റിയെടുക്കാനും രൂപതകളിൽ രക്ഷകർത്തത്തെ ദുർബലപ്പെടുത്താതെ ബലപ്പെടുത്താനും മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. വ്യക്തി ജീവിതങ്ങളിലും സമുദായ പൊതുസമൂഹ പ്രവർത്തനങ്ങളിലും ചടുലമായ നേതൃത്വം അനിവാര്യമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. കത്തോലിക്ക കോൺഗ്രസിന്റെ 106ാമത് ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പതാക ദിനത്തിന്റെ അതിരൂപത തല ഉദ്ഘാടനം കുറുമ്പനാടം അസംഷൻ പള്ളിയിൽ നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മാർ പെരുന്തോട്ടം. അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ദേവദാൻ സന്യാസിനി സമൂഹത്തിന്റെയും ദേവദാൻ സെന്ററുകളുടെയും സ്ഥാപകൻ ഫാദർ എബ്രഹാം കൈപ്ലാക്കിലിന്റെ 10ാം ചരമവാർഷികം മലയാറ്റൂർ ദേവദാൻ സെന്ററിൽ ആചരിച്ചു.
ദേവദാൻ സന്യാസിനി സമൂഹം ഡയറക്ടറും കൊരട്ടി സെന്റ് മേരീസ് ഫൊറാനപ്പള്ളി വികാരിയുമായ റവറന്റ് ഡോക്ടർ ജോസ് ഇടശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ ദേവദാൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ മിൻറോ സഭയുടെ പ്രഥമ അംഗവും ആദ്യ സുപ്പീരിയർ ജനറലുമായ സിസ്റ്റർ ശുഭ, മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ നിഖിൽ മുളവരിക്കൽ, സിസ്റ്റർ ദയ, സിസ്റ്റർ ഷോജി എന്നിവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസം, സാമൂഹ്യ പ്രവർത്തനം, ആതുരസേവനം, ഭരണനിർവഹണം എന്നീ മേഖലകളിൽ അതുല്യമായ സംഭാവനകൾ നൽകിയ CMI വൈദികൻ ഫാദർ ജോസ് അലക്സിനെ ആദരിച്ചു. 1974 മുതൽ 97 വരെ രാജഗിരി കോളേജിൽ MSW DSS വിദ്യാർത്ഥികളായിരുന്നവർ രാജഗിരി ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടി ഗുരുവന്ദനം നടത്തിയാണ് ആദരം അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉമാ തോമസ് MLA, മുൻ MLAമാരായ ജോസഫ് M പുതുശ്ശേരി, തോമസ് ഉണ്ണിയാടൻ, ജോസഫ് വാഴക്കൽ, മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുൻ പ്രൊവൈസ് ചാൻസലർ ഡോക്ടർ ബിനോ പോൾ, സഹ അധ്യാപകരായിരുന്ന ഡോക്ടർ സിസ്റ്റർ കൊച്ചുത്രേസ്യ, ഡോക്ടർ മേരി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുന്നോടിയായി ദിവ്യകാരുണ്യ സന്ദേശ യാത്ര വിശുദ്ധ ചാവറയസിന് കബറിടം സ്ഥിതി ചെയ്യുന്ന കൂനമാവ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ വെച്ച് മെയ് 4 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ദേവാലയ റെക്ടർ മോൺസിനോർ സെബാസ്റ്റ്യൻ ലൂയിസ് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിനോർ ജോസ് മാളിയേക്കലിന് പതാക നൽകി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് തുടർന്ന യാത്ര വൈകിട്ട് 7 മണിക്ക് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ സമാപിച്ചു. മെയ് 5 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് താണശ്ശേരി ഡോണേഴ്സ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച യാത്ര വൈകിട്ട് 7 മണിക്ക് തുറന്നുകൊണ്ട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ സമാപിച്ചു. മെയ് 6 തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് വെളയനാട് സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് വൈകിട്ട് 7:30 മാള സെന്റ് ഫിലോണാസ് പള്ളിയിൽ സമാപിച്ചു. മെയ് 7 ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് കൊടകര സെന്റ് ജോസഫ് പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര വൈകിട്ട് 8 മണിക്ക് ചാലക്കുടി സെന്റ് മേരീസ് പള്ളിയിൽ സമാപിക്കുന്നു. 4 ദിവസങ്ങളിലായി നടത്തുന്ന ദിവ്യകാരുണ്യ സന്ദേശ യാത്ര ഇരിങ്ങാലക്കുട രൂപതയിലെ 141 ഇടവക ദേവാലയങ്ങളിലും എത്തിച്ചേരും. ആളൂർ BLM കപ്പേളിൽ രൂപതാ മെത്രാൻ അഭിമന്യമാർ പോളി കണ്ണൂക്കാരൻ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച ദിവ്യബലിയോടെ മെയ് 1 മുതൽ അഖണ്ഡ ജപമാല ആരംഭിച്ചു. മെയ് 15 വരെ തുടരും. 47ാമത് കാഞ്ഞിരപ്പള്ളി രൂപത ദിന വേദിയായ എരുമേലി അസംഷൻ ഫൊറോന പള്ളിയിൽ രൂപത ദിന തിരി സ്വീകരിച്ചു. 46ാമത് രൂപത ദിന വേദിയായിരുന്ന കുമളി ഫൊറോനയിൽ നിന്നും ഈ വർഷത്തെ രൂപത ദിന ആതിഥേയരായ എരുമേലി ഫൊറോന ഏറ്റുവാങ്ങിയ തിരി ഫൊറോനയിലെ 17 ഇടവകകളിലും പ്രാർത്ഥനാ ദിനങ്ങൾ പൂർത്തിയാക്കിയാണ് എരുമേലി ഫൊറോന പള്ളിയിൽ എത്തിച്ചേർന്നത്. രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ 47ാമത് രൂപതാ ദിന വേദി പ്രഖ്യാപിച്ചു നൽകിയ തിരിയാണ് എരുമേലി ഫൊറോന വികാരി ഫാദർ വർഗീസ് പുതുപ്പറമ്പലിന്റെ നേതൃത്വത്തിൽ എരുമേലി ഫൊറോന ഏറ്റുവാങ്ങിയത്. കേരള സമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് യുവജനങ്ങൾക്കിടയിൽ സമകാലിക സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെപ്പറ്റി അവബോധം വളർത്തുന്നതിനായി സമകാലിക പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന KCYM വരാപ്പുഴ അതിരൂപത പഠന കേന്ദ്രത്തിൽ 7ാം സംവാദം നടത്തപ്പെടുന്നു. KCYM വരാപ്പുഴ അതിരൂപത കാര്യാലയത്തിൽ വെച്ച് മെയ് 7 ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 നടത്തപ്പെടുന്ന സംവാദം പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷെറി J. തോമസ് നയിക്കും. തലശ്ശേരി അതിരൂപതയിലെ കിളിയാന്തര ഇടവകയുടെ ഡയമണ്ട് ജൂബിലി ആഘോഷം നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയെ 1 വർഷത്തേക്ക് അമലോത്ഭവ മാതാവിന്റെ തീർത്ഥാടന ആലയമായി അതിരൂപത പ്രഖ്യാപിച്ചു. കൂടാതെ ജൂബിലിയോടനുബന്ധിച്ച് ഇടവകയിലെ നിർധനരായ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി വീടിന്റെ താക്കോൽ ധർമ്മം വെഞ്ചെടുപ്പും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു. കർഷക ജനതയുടെ വിശ്വാസത്തിന്റെ ഐതിഹാസിക ചരിത്രമുറങ്ങുന്ന കിളിയാന്തര ഇടവകയുടെ എല്ലാ വിശ്വാസ വളർച്ചയിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായ കരം ഉണ്ടായിരുന്നുവെന്നും വിശ്വാസത്തിന്റെ വീതിയിൽ യുവജനങ്ങൾക്ക് ശക്തിയായ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മ ഉണ്ടാകുമെന്നും യുവജനങ്ങൾ വിശ്വാസത്തിൽ ആഴപ്പെടണമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ഇൻഡോർ രൂപത ബിഷപ്പായ അഭിഷിക്തനായ മാർ തോമസ് മാത്യു കുറ്റിമാക്കലിന് കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ സ്വീകരണം നൽകി. കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഭിമന്യ ജോർജ് പുന്നേക്കാട്ടിൽ പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് പള്ളി വികാരി റവറന്റ് ഡോക്ടർ മാനുവൽ പിച്ചലക്കാട്ട, ഫാദർ ജോസ് തോട്ടുമാരിക്കൽ, കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക ഷീബ മാത്യൂസ്, ജോയി കുറ്റിമാക്കൽ, ഫ്രാൻസിസ് വാത്തിപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. സഹസ്രോദര ശതാബ്ദിയിൽ പ്രശോഭിക്കുന്ന കായംകുളം കാതീശ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ മലങ്കര സഭ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് ആമയിലെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു.
ജീവിത ചുവടുകൾ ദൈവാത്മപ്രേരിതമായിരിക്കണമെന്ന് വൈദിക ട്രസ്റ്റി ഉദ്ബോധിപ്പിച്ചു. ഗീവർഗീസ് സഹദ നിർഭയമായ ദൈവാശ്രയത്തോടെ ചുവടുകൾ വെച്ച് ജീവിതമൂല്യം ഉയർത്തിയതിനാൽ ഇന്നും വിശ്വാസികളുടെ ഹൃദയത്തിൽ പ്രക്ഷോഭിക്കുന്നു. പെരുന്നാളിനോടനുബന്ധിച്ച് റാസാനോത്സ വിളമ്പ്, ആശീർവാദം, കൊടിയിറക്ക് എന്നിവ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി മാണ്ഡ്യ രൂപതയിൽ MST സഭ പുതിയ കുർബാന സെന്റർ ആരംഭിച്ചു. കോളേജ് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ആത്മീയോന്നതി ലക്ഷ്യം വെച്ചാണ് MST സഭ നേതൃത്വം സീറോ മലബാർ സഭയുടെ കീഴിലുള്ള മാണ്ഡ്യ രൂപതയിലെ KM തോട്ടിയിൽ കുർബാന സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. സെബാസ്റ്റ്യൻ ഇടയെടുത്ത പിതാവിന്റെ ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയും MST റീജിയൻ ഡയറക്ടറായ ഫാദർ സോജനായിക്കര കുന്നീലച്ചന്റെ ഗൈഡൻസിലാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത്. വ്യവസ്ഥാപിതമായ ഭരണവ്യവസ്ഥയ്ക്ക് മാത്രമേ മാനവികത സംരക്ഷിക്കാനാകൂവെന്ന് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. മാർത്തോമ സഭയുടെ നേതൃത്വത്തിൽ റാന്നി ക്രിസ്തോസ് മാർത്തോമ പള്ളിയിൽ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോം അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാനവികതയിലൂന്നിയ ധർമ്മസംഹിതയാണ് സുവിശേഷ മൂല്യങ്ങൾ. ഭാരതത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതും ഇതേ മൂല്യങ്ങളാണ്. ഭൂരിപക്ഷമുണ്ടെന്ന പേരിൽ അധാർമികതയെ അംഗീകരിക്കുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന സമീപനം രാജ്യത്ത് നിലനിന്നു വന്ന വ്യവസായ ഭരണ സംവിധാനത്തിനെതിരാണ്. എല്ലാ മേഖലയിലും ജനാധിപത്യം പണാധിപത്യത്തിന് കീഴടങ്ങുകയാണെന്ന് മാർ പാംബ്ലാനി ചൂണ്ടിക്കാട്ടി. വിശ്വാസ പരിശീലന 11ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിന്റെ പ്രകാശന കർമ്മം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വിശ്വാസ പരിശീലന കമ്മീഷൻ ചെയർമാൻ മാർ ജോസ് പുളിക്കൽ നൽകിക്കൊണ്ട് നിർവഹിച്ചു. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടന്ന സീറോ മലബാർ സഭയിലെ വിശ്വാസ പരിശീലന ഡയറക്ടർമാരുടെ മീറ്റിംഗിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. മാർത്തോമ സഭയുടെ ആഭിമുഖ്യത്തിലുള്ള 15ാമത് മേൽപ്പാടം ആറ്റുമാലിൽ ജോർജ് ടി മെറിറ്റ് അവാർഡ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ മുൻ ചെയർമാനും ഇന്ത്യൻ എയറോസ്പേസ് ടെക്നോളജീസ് ആൻഡ് ഇൻഡസ്ട്രി സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ പത്മശ്രീ ഡോക്ടർ ശ്രീ കൃഷ്ണദാസ് നായർക്കും യുവ ശാസ്ത്രജ്ഞനുള്ള അവാർഡ് IIT അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടിറ്റു തോമസിനും നൽകി. ചാരിറ്റി വേൾഡ് ട്രസ്റ്റും നൂറുമേനിയും മേഴ്സി ഹോമും സംയുക്തമായി ശാരീരിക ഭിന്നശേഷിക്കാർക്ക് ആർച്ച് ബിഷപ്പ് ഹൌസിലെ സന്ദേശ നിലയം ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മികവ് 2024 വേറിട്ട സംഗമമായി. അതിരൂപത സഹായമെത്രാൻമാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. പരിമിതികൾക്ക് നാം പരിധി നിശ്ചയിക്കാതെ നിശ്ചയദാർഢ്യവും ദൈവാനുഗ്രഹവും കൊണ്ട് മുന്നേറണമെന്ന് മാർ തോമസ് തറയിൽ പറഞ്ഞു. ദൈവത്തിനും സമൂഹത്തിനും എല്ലാവരും വിലപ്പെട്ടവരാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജോബ് മൈക്കിൾ MLA അധ്യക്ഷത വഹിച്ചു. ജിലുമോൾ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ശാരീരിക ഭിന്നശേഷിയുള്ള 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള 100-ലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തു. മരിക്കാറായ രോഗികൾക്ക് സ്വാതന്ത്ര്യം നൽകി ദൈവരാജ്യത്തിലേക്ക് പ്രത്യാശയോടെ ആനയിക്കുന്ന ശുശ്രൂഷയാണ് പാലിയേറ്റീവ് കെയർ എന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അഭിപ്രായപ്പെട്ടു. വാഴക്കുളം സെന്റ് ജോർജ് ആശുപത്രിയിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷം സെന്റ് ജോർജ് ഫൊറോന പള്ളി പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. വിശുദ്ധ മദർ തെരേസയുടെ കർമ്മമണ്ഡലവും ഇതുതന്നെയായിരുന്നുവെന്ന് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. ആധുനിക ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ മനുഷ്യരുടെ ആയുസ് കൂടുന്നതിനെ കുറിച്ച് പാലിയേറ്റീവ് കെയറിന്റെ ആവശ്യകതയും വർദ്ധിക്കുമെന്നും സമൂഹത്തിന്റെ കരുതൽ ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. മോതിരവയൽ സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ഇടവകയുടെ ആഭിമുഖ്യത്തിൽ തരിശുനിലം മാറുന്ന പള്ളിപ്പറമ്പ് കൃഷിയോഗ്യമാക്കി മാറ്റി. പുതുതലമുറയ്ക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തെ തിരികെ കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ മലങ്കര കത്തോലിക്ക സഭയുടെ പുനരൈക്യ വാർഷികത്വ ശതാബ്ദിയോടനുബന്ധിച്ച് തോമസ് മാർ കുർലോസ് തിരുമേനിയുടെ സ്വപ്ന പദ്ധതിയായ ഇവാനിൻ ഭവന പദ്ധതിക്ക് ഒരു കൈത്താങ്ങാകുന്നതിനും വേണ്ടിയാണ് ഇടവക മക്കൾ കൃഷിയിലേക്ക് കടന്നത്. ഭവനരഹിതർക്ക് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇവാനിൻ ഭവന പദ്ധതിക്കൊപ്പം മോതിരവയൽ ഇടവകങ്ങളും അണിചേർന്നു. കഴിഞ്ഞ 3 ഞായറാഴ്ചകളിലായ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാവരും ഒത്തുചേർന്ന് പറമ്പ് കൃഷിയോഗ്യമാക്കി. പിന്നീട് 2000-ഓളം കപ്പയും മറ്റു പച്ചക്കറികളും അവിടെ കൃഷി ചെയ്തു. അന്യം നിൽക്കുന്ന കാർഷിക സംസ്കാരത്തെ തിരികെ കൊണ്ടുവരുന്നതിനും അതോടൊപ്പം സാമൂഹ്യ നന്മയുടെ ഭാഗമാകുന്നതിനും ഇതിലൂടെ സാധിക്കുമെന്ന് വികാരി ഫാദർ ജോസഫ് പറമ്പുങ്കൽ OIC അഭിപ്രായപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് അതിന്റെ 106ാം ജന്മദിനം പാണത്തൂർ സെന്റ് മേരീസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംയുക്തമായി ആഘോഷിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ വർഗീസ് സീരിയംപുറത്ത് അധ്യക്ഷത വഹിച്ചു. ഫൊറോന പ്രസിഡന്റ് ജോണി തേലമ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഓർഫനേജ് ബുക്ക് സ്റ്റാളിന്റെ ശതാബ്ദി വർഷ സമാപന സമ്മേളനം 2024 മെയ് 4 വൈകുന്നേരം 4-ന് ചങ്ങനാശ്ശേരി പാസ്റ്ററൽ സെന്റർ കോമ്പൗണ്ടിൽ നടത്തപ്പെട്ടു.
അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ അധ്യക്ഷതയിലുള്ള സമ്മേളനം കേരള മാസ്റ്റർ പ്രിന്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ലൂയിസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. അതിരൂപത സഹായ മെത്രാൻമാർ തോമസ് സരൽ മുഖ്യപ്രഭാഷണവും പീപ്പിൾ ന്യൂൻഷോ എമറിറ്റസ് മാർ ജോർജ് കോച്ചേരി അനുഗ്രഹ പ്രഭാഷണവും നടത്തി. സ്നേഹത്തിൽ ഏവരെയും ചേർത്ത് നിർത്തിയ വിശ്വപൗരനായിരുന്നു ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയെന്നും സാധാരണ ജനങ്ങളുടെ വേദനകളെ സ്വയം സ്വീകരിച്ച് അതിന് പരിഹാരത്തിന് വേണ്ടി അവസാനം വരെ ജീവിച്ച ഇടയനായിരുന്നുവെന്നും മനുഷ്യത്വത്തിന്റെ മഹത്വം നിലനിർത്തി മാനവികതയ്ക്ക് വേണ്ടി നിലകൊണ്ട വലിയ മെത്രാപ്പൊലീത്ത എക്കാലത്തും സ്മരിക്കപ്പെടണമെന്നും കുര്യാക്കോസ് മാർ ക്ലീമിസ് വലിയ മെത്രാപ്പൊലീത്ത പറഞ്ഞു. പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ മൂന്നാമത് ധന്യസ്മൃതിയും പ്രഭാഷണവും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ആഭിമുഖ്യത്തിൽ തിരുമൂലപുരം ബദനി മാർത്തോമ പള്ളിയിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. KCC പ്രസിഡന്റ് അലക്സിയോസ് മാർ യൗസേബിയസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.